ഹലോ ഫ്രണ്ട്സ്, ഞാനിന്നിവിടെ ഒരു പാളയംകുടം പഴം വെച്ച് ഒരു ഇലയപ്പമാണ് ഉണ്ടാക്കുന്നത്. ഇലയപ്പം എന്ന് പറഞ്ഞാൽ ഇല അടയെന്ന് പറയും. നമുക്ക് കുറച്ച് തേങ്ങ വേണം. പിന്നെ നമുക്ക് അരിപ്പൊടി എടുക്കാം. നമുക്ക് 2 സ്പൂൺ അരിപ്പൊടി മതി. വറുത്തതാണ്, ഇടിയപ്പത്തിൻ്റെതാണ് എങ്കിലേ നല്ല മയം കാണുള്ളൂ. പഴത്തിൻ്റെ കൂടെ മതിയാവും. 1 സ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. പിഞ്ച് ഉപ്പിട്ട് കൊടുക്കാം. നമുക്കിത് കലക്കാം. നമുക്ക് നോർമൽ വെറും പച്ചവെള്ളത്തിലാണ് ഇത് കലക്കണത്. ലൂസായിട്ടാണ് ഇതിരിക്കേണ്ടത്. നമ്മൾ മാവ് ഈ പരുവത്തിലാണ് എടുക്കണം, ലൂസാക്കി. നമുക്കിനി പഴം എങ്ങനെയാണ് അരിയണതെന്ന് കാണിച്ചു തരാം. നമ്മൾ ഇതുപോലെ നൈസായിട്ടാണ് നമ്മൾ പഴമെല്ലാം അരിയേണ്ടത്. നമുക്ക് ഇതെല്ലാം അരിഞ്ഞിട്ട് കാണിക്കാം. പഴമെല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതുപോലെ ഇത് നമുക്ക് ഇലയും ശരിയായി. നമുക്കിനി തേങ്ങ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഗ്യാസ് കത്തിച്ച് വെച്ച് കൊടുക്കുക. ഇഡ്ഡലി കൊട്ട നമുക്ക് ഇത് കുറച്ചാണ് എടുത്തത്. നമുക്ക് ഇതുപോലെ 1 സ്പൂൺ മാവ് കൊടുക്കാം. കുറച്ച് പഴവും തേങ്ങയും മിക്സിങ്ങാണ് നമ്മൾ വെക്കുന്നത്. വെച്ച് കൊടുക്കുക. നമുക്കിതിനെ മടക്കി ഇതുപോലെ നമുക്ക് വെച്ച് കൊടുക്കാം. ഒന്നും കൂടി ഇതുപോലെ കാണിക്കുക. ഒരു തവി മാവെടുക്കുക. ലൂസായിട്ടാണ് ഇരിക്കണേ. ഒരു പിടി പഴവും തേങ്ങയും കൂടി അരിഞ്ഞ്. ഈ പാളയംകുടം പഴമൊന്നും കിട്ടിയ ആരും വെറുതെ അഴുകിപ്പോയെന്ന് പറഞ്ഞ് കളയരുത്. ഇങ്ങനെ ഉണ്ടാക്കി കഴിച്ചാൽ 4 മണിക്കൊക്കെ നമുക്ക് ചായയുടെ കഴിക്കാം. പഴം കഴിക്കാത്ത കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാം. നമുക്ക് ഇതുപോലെ എല്ലാം ആക്കി കാണിക്കാം. വെച്ച് കൊടുക്കാം. എല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. നമുക്ക് അടച്ച് വെച്ച് കഴിക്കാം. അതിന് ശേഷം കാണിക്കാം. ഇവിടെ ഇലയപ്പോൾ ഇലയട ഇവിടെ റെഡിയായിട്ടുണ്ട്. നമുക്കിത് ഇറക്കാം. ഹലോ ഫ്രണ്ട്, നമ്മുടെ ഇവിടെ പഴം വെച്ചുള്ള ഇലയട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചിലയിടത്തൊക്കെ അമ്പലങ്ങളിൽ ഉണ്ടാക്കും. നമുക്ക് പാളയംകുടം പഴമാണ്. ഒന്നും തീരെ പഴുത്ത് കഴിക്കാൻ കൊള്ളൂല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാം. വേണമെങ്കിൽ നാഴി പച്ചരി എടുത്ത് അരച്ച് അതിലും ഉണ്ടാക്കാം. ഇത് കുറച്ചും കൂടി മയം കിട്ടും. ചിലപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് കട്ടിക്ക് ഉണ്ടാക്കാം, മാവ് ഒഴിക്കാം. ഇത് കട്ടി കുറച്ചാണെങ്കിലും സൂപ്പറാണ്. ഇത് ഇടിയപ്പത്തിൻ്റെ പൊടിയായതുകൊണ്ട് പഴവും ഇതും കൂടി ആകുമ്പോൾ നല്ല മയമുണ്ട്. നല്ല സ്മൂത്തായിട്ടിരിക്കും, നല്ല മാർദ്ദവമായിട്ടിരിക്കും. ഇതുപോലെ ഇരിക്കും. അപ്പോൾ നമുക്ക് എളുപ്പം കഴിക്കാനും എല്ലാത്തിനും നല്ലതാണ്. നല്ല 4 മണിക്കൊക്കെ പിള്ളേർക്ക് എല്ലാവർക്കും ചായ കുടിക്കാനും കഴിക്കാനും ഒക്കെ നല്ല അടിപൊളിയാണ്. എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. സൂപ്പറാണ്. ഇതാണ് പാളയംകുടം പഴം വെച്ചുള്ള ഇല അട. ഇത് തണുത്ത് കഴിയുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ഉള്ളത്. ചൂടോടെ ആകുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഇലയൊന്നും ഇങ്ങനെ ഇളകി വന്നതിന് വരെയും. തണുത്ത് കഴിഞ്ഞാൽ നമുക്ക് എടുക്കാൻ പറ്റും. മാവ് കുഴച്ചുകൊണ്ടാണ് നിങ്ങൾ ഉണ്ടാക്കണം. അത് അരിപ്പൊടി വറുത്തത് കൊണ്ട് പെട്ടെന്ന് നമ്മൾ കുഴച്ച് ഒരുപാട് വെള്ളമാക്കാതെയും ഒരുപാട് കട്ടിയാക്കാതെയും ഇത് ചെയ്തെടുത്താൽ അടിപൊളിയാണ്. നല്ല ടേസ്റ്റാണ്.